വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ഏതൊക്കെയാണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഈ സിംറ്റംസ് എല്ലാം നേരത്തെ കൂട്ടി പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളിപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. പക്ഷേ ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഈ സിംറ്റംസ് നിങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യുകയും അതുവഴി നമുക്കൊരു മിസ്കാരേജ് അല്ലെങ്കിൽ ഒരു അബോർഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുമല്ലോ. പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചു കഴിയുമ്പോഴേക്കും ഇനി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടുന്നത്. ഈ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ സിംറ്റംസ് നിങ്ങൾക്ക് ഇതിനു മുമ്പും ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പീരീഡ് മിസ്സാവുക, PCOD ഉള്ളവർക്കും അതുപോലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് വരുന്നവർക്കും തൈറോയിഡ് ഉള്ളവർക്കും അതുപോലെ സ്ട്രെസ്സിൽ നിൽക്കുന്നവർക്കും അങ്ങനെയുള്ള ഒരുപാട് പേർക്കൊക്കെ ഓൾറെഡി പീരീഡ് മിസ്സാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് വിശ്വസിക്കരുത്. മറിച്ച് നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സിംറ്റംസ് ഉണ്ടാകാൻ പാവത്തിനുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്കൊക്കെ അബ്ഡോമൻ ഭാഗത്ത് നമ്മുടെ അടിവയറ്റിലൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇത് തന്നെ പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂറിനറി ഇൻഫെക്ഷൻ നിങ്ങൾക്കുണ്ടോ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മഞ്ഞ കളറാണോ നിങ്ങൾക്ക് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സിംറ്റമായിട്ട് നമ്മളിപ്പോൾ പീരീഡ് മിസ്സാവുന്നത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വല്ല സ്ട്രെസ്സിലാണോ, നിങ്ങൾക്ക് ഇതിനു മുമ്പ് പീരീഡ് മിസ്സാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതെല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മിസ്ഡ് പീരീഡ് ആണ്. നിങ്ങളുടെ പീരീഡ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് നിങ്ങൾക്ക് മിസ്ഡ് പീരീഡിന്റെ ഹിസ്റ്ററി ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് പീരീഡ് മിസ്സാവുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് ടൈം പീരീഡ് മിസ്സാവുന്നത്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പീരീഡ് മിസ്സാവുന്നത് പ്രഗ്നൻസിയുടെ ഒരു സിംറ്റമാണ്. അതാണ് ഫസ്റ്റത്തെ സിംറ്റം. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്പോട്ടിങ്, ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് എന്താണെന്നുള്ളത്. നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിങ് ആണ് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്. ഈ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങിന്റെ കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പെയിനും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങും അതുപോലെ തന്നെ പീരീഡ് സ്പോട്ടിങ്, പീരീഡിന്റെ ബ്ലഡ് പോകുന്നതും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പീരീഡിന്റെ ബ്ലീഡിങ്ങിനെ അപേക്ഷിച്ച് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങിൽ ലൈറ്റ് കളറിലുള്ള ബ്ലഡ് ആയിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ 5-6 ഡ്രോപ്സ് ഒക്കെ വീതം കൂടി പോയി കഴിഞ്ഞാലും അധികം പീരീഡുമായി കമ്പയർ ചെയ്യുന്ന ഒരു ഫ്ലോ ഇതിൽ ഉണ്ടാവില്ല, ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് വരുന്ന സ്പോട്ടിങ്ങും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ക്രാമ്പിങ്ങും ലൈറ്റ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. നമുക്ക് പീരീഡിൽ വരുന്ന പെയിനിനെ അപേക്ഷിച്ച് വളരെ നേരത്തെ ഒരു പെയിൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഈ പെയിനും നമുക്ക് പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ്. അടുത്തതെന്ന് പറയുന്നത് വോമിറ്റിംഗ് ആണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയി ഒരു ഓവുലേഷൻ കഴിഞ്ഞ് കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളിൽ ഫസ്റ്റ് വോമിറ്റിംഗ് ഉണ്ടാകുന്നത് നമ്മൾ മഞ്ഞ കളറിലുള്ള ഒരു വെള്ളം പോലെ ആയിരിക്കും നിങ്ങളിൽ ആദ്യം വോമിറ്റിംഗ് ഉണ്ടാകുന്നത്. അത് മോർണിംഗ് സിക്നെസ് ആയിട്ട് നിങ്ങൾക്ക് മോർണിംഗ് ടൈമിലായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വോമിറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഗർഭിണിയാണ് എന്നാണ്. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് വയറെപ്പോഴും നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. ഭക്ഷണം ചിലപ്പോൾ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് വിശപ്പ് എപ്പോഴും ഇല്ലാത്ത പോലെ, നമുക്ക് വയറ് നല്ല ഫുള്ളായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ചിലരിൽ പെട്ടെന്ന് വിശക്കുന്നതായിട്ടും തോന്നും കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ്. ഗ്യാസ് വരുന്നതുകൊണ്ടും ഹാർട്ട് ബേൺ ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ തോന്നുന്നത്. നിങ്ങളിൽ വരുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വയറ് ഫുള്ളായിട്ട് എപ്പോഴും തോന്നുന്നത്. കുറച്ച് കഴിച്ചാൽ തന്നെ, ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തന്നെ വയറ് ഫുള്ളായി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക്
നേരത്തെ ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇങ്ങനെയൊക്കെ നേരത്തെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് കാരണം പ്രഗ്നന്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ബ്രസ്റ്റിൽ ഉണ്ടാവുന്നതാണ്. നമുക്ക് ബ്രസ്റ്റ് തൊടാനായിട്ട് പറ്റാത്ത രീതിക്ക് നമുക്ക് വേദന അനുഭവപ്പെടും. ബ്രസ്റ്റിന്റെ നിപ്പിളിലാണെങ്കിലും ക്രാക്ക് വരും. ക്രാക്ക് വരാനായിട്ട് കാരണം അതിങ്ങനെ പൊട്ടി വരുന്ന, നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യണമല്ലോ, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റും യൂട്രസ് പോലെ ഒരുമിച്ച് റെഡി ആകുന്നതിന്റെ ഒരു ലക്ഷണമാണ് ആ ബ്രസ്റ്റിൽ അനുഭവപ്പെടുന്ന വേദന. നമുക്ക് തൊടാൻ കഴിയാത്ത രീതിക്കുള്ള ഒരു വേദന, തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് വേദന അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളതാണ്. ഇതെല്ലാം ശരീരത്തിൽ സംഭവിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് ആണ്. നിങ്ങൾ അമ്മയാകാനായിട്ട് റെഡിയാകുമ്പോൾ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ബ്രസ്റ്റിലെല്ലാം സെൻസിറ്റിവിറ്റി, നിങ്ങൾക്ക് ആ വേദനയൊക്കെ അനുഭവപ്പെടുന്നത്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് യൂറിനേഷൻ ആണ്. ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ പോകാനായിട്ട് തോന്നും. ഇങ്ങനെ യൂറിനേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി നമ്മുടെ ഓവുലേഷൻ സിംറ്റംസ്, പ്രഗ്നൻസിക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടു നോക്കൂ. ഞാൻ ഓൾറെഡി തന്നെ അത് കൊടുത്തേക്കാം. ആ ഒരു സിംറ്റം, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി സിംറ്റം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അത് കണ്ടു നോക്കുക. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങളിൽ യൂറിനേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആണ് അതെന്നാണ്. അടുത്തത്, നിങ്ങളിൽ ബാക്ക് പെയിൻ അനുഭവപ്പെടും. ഈ ബാക്ക് പെയിൻ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ യൂട്രസിൽ വരുന്ന ആ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നിങ്ങളിൽ ബാക്ക് പെയിൻ ഉണ്ടായി വരുന്നത്. ഈ ബാക്ക് പെയിൻ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബാക്ക് പെയിനും നമുക്ക് പ്രഗ്നൻസിയുടെ സിംറ്റം ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ബാക്ക് പെയിന്റെ ഹിസ്റ്ററി ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അതിനു മുമ്പ് ബാക്ക് പെയിൻ വരുന്നതിന് 2 ദിവസം മുമ്പ് കുനിഞ്ഞു നിന്ന് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒന്നും കുറേ നേരം ഇരുന്ന് അലക്കുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വെയിറ്റ് എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ബാക്ക് പെയിൻ വരുന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണമാകാനാണ് സാധ്യത. അതുപോലെ തന്നെ നിങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തൊരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡേക്ക്. ഈ ഹെഡേക്ക് ഉണ്ടാകുന്നതും ഹോർമോൺ ഫ്ലക്ച്വേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഹെഡേക്കും നിങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹെഡേക്ക് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺസിക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഹെഡേക്ക് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളിൽ ബ്ലഡ് സർക്കുലേഷന്റെ എല്ലാം വ്യത്യാസം വരുമ്പോഴാണ് ഇങ്ങനെ ഹെഡേക്ക് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് 9ാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് വരിക. മൂഡ് സ്വിങ്സ് വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഗ്നൻസിയുടെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ഹോർമോൺ ചേഞ്ചസ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഒരു കാര്യമില്ലാണ്ട് കരയുക, ഇങ്ങനെയുള്ളതെല്ലാം മൂഡ് സ്വിങ്സിന് കാരണമാണ്. ഈ ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അടുത്തത് 10ാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുഡ് പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന ഫുഡിന്റെ സ്മെല്ല് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡ് ചിലപ്പോൾ നമ്മളുടെ ഫേവറേറ്റ് ആയി മാറുകയും ചെയ്യും. ഇതെല്ലാം പ്രഗ്നൻസിയിൽ വരുന്ന മാറ്റങ്ങളാണ്. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് ക്ഷീണം. നിങ്ങൾ ഒരു കാരണമില്ലാതെ നല്ല ആക്റ്റീവായിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ക്ഷീണം വരിക, പെട്ടെന്നൊരു തളർച്ച വരിക, എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥ വരിക. ഈ ക്ഷീണം വരുന്നത് പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആയിട്ടാണ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ചിലരില് ഗം പെയിൻ ഉണ്ടാകും. നമുക്ക് ഈ മോണയിലൊക്കെ ഒരു വേദന അനുഭവപ്പെടും. ഈ വേദന എല്ലാം ഡെന്റൽ പ്രോബ്ലംസ് എല്ലാം പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാരണമില്ലാണ്ട് ഗം പെയിൻ വരുമ്പോഴേക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ വല്ല കേട് വന്നുകൊണ്ടാണോ ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ്. അടുത്തത്, നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. പെട്ടെന്നൊരു, കാരണം കുട്ടിക്കും വേണ്ടുന്ന രീതിക്കുള്ള ഒരു ഓക്സിജൻ ആ സമയത്ത് കിട്ടണമല്ലോ പ്രഗ്നൻസിയുടെ സമയത്ത്, കുഞ്ഞ് ഡെവലപ്പായി വരുന്ന ആ സമയത്ത്. അപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം, നമുക്ക് ഓക്സിജന്റെ ആ ഒരു കുറവ് കൊണ്ടിട്ട് ബ്രീത്തിങ് പ്രോബ്ലം പ്രഗ്നൻസിയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് നടക്കുന്നവരാണെങ്കിൽ, നേരത്തെയൊക്കെ നടന്ന സ്റ്റെയറൊക്കെ പെട്ടെന്ന് കയറുന്നവരാണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ കിതയ്ക്കുന്ന പോലെ അനുഭവപ്പെടും. എനിക്ക് പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ അറിഞ്ഞില്ല ഗർഭിണിയാണെന്നുള്ളത്.
കാരണം പീരീഡ് മിസ്സായതിനു മുമ്പ് തന്നെ നമുക്ക് കയറുമ്പോഴേക്കും ഒരു കിതപ്പ് അനുഭവപ്പെടുമായിരുന്നു. അതിനു മുമ്പൊക്കെ സ്റ്റെയർ 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പും ഒക്കെ വീതം ഓടി പെട്ടെന്ന് മേളിൽ കയറുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം 1-2 സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് പോലെ ഇടപെടാണ്ട് വരെ മേളിൽ കയറിയിട്ടും നമുക്ക് ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു കിതപ്പ് അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. പനി വരുന്നു എന്ന രീതിക്കുള്ള ഒരു ബോഡി ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് വ്യത്യാസം വരും. പെട്ടെന്ന് ശരീരത്തിൽ ആ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇനി പനി വന്നിട്ടാണോ എന്നുള്ളൊരു രീതിക്ക് നിങ്ങളിൽ മാറ്റം വരും. പനി വരാനായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം കേട്ടോ. ഇങ്ങനെ സിംറ്റംസ് വരുമ്പോൾ എനിക്ക് പനി വന്നു അല്ലെങ്കിൽ എനിക്ക് പനി വരുന്ന പോലെ ഉണ്ട്, ഇതിൽ ഗർഭിണിയാണെന്നാണോ അർത്ഥം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അടുത്തത് നിങ്ങളുടെ സെക്സ് ഡ്രൈവില് വ്യത്യാസം വരിക. ഗർഭിണിയാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ചില കേസിൽ ഹസ്ബൻഡ് അടുത്ത് വരുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ സെക്സ് ഡ്രൈവില് മാറ്റം വരുന്നത് ആ ഒരു ലക്ഷണം കൊണ്ടിട്ടാണ്. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നിപ്പിള് ഡാർക്കായി തുടങ്ങും. നിപ്പിളിന്റെ ആ ഒരു സൈഡിൽ ചുറ്റുമുള്ളൊരു ഭാഗമില്ല, വെളുത്ത ഭാഗം അല്ലാതെ ഒരു ബ്രൗണിഷ് കളറായിരിക്കും മേ ബി നേരത്തെ ഉണ്ടായിരുന്നത്. ആ കളർ മാറി ഡാർക്ക് ആവാനായിട്ടുള്ള സാധ്യത വരും. ഈ ഡാർക്ക് നിപ്പിൾസ് വരുന്നത് നമ്മൾ ഗർഭിണിയാകുമ്പോഴാണ് കേട്ടോ അങ്ങനെയുള്ളൊരു സിംറ്റം ഉണ്ടാവുന്നത്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് മുഖത്ത് കൂടുതൽ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും. ചിലവർക്ക് പീരീഡ് ആകുമ്പോഴും പിമ്പിൾസ് വരും. പക്ഷെ പീരീഡ് മിസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിമ്പിൾസ് വരികയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഗർഭിണിയാണെന്ന് കൂടി ആവാനാണ് അതിനൊരു അർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്തൊരു 18ാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിങ് അനുഭവപ്പെടും. ചൊറിച്ചിൽ, നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഓരോ ഇടത്തും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് ഹോർമോൺ ചേഞ്ചസ് വരുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം. അടുത്ത 19ാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആകും. നേരത്തെ ഓയിലി ആയിരുന്നുള്ള സ്കിന്നാണെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ സ്കിന്നിൽ വ്യത്യാസം വരാനായിട്ട് തുടങ്ങും. സ്കിന്ന് ഡ്രൈ ആയി തുടങ്ങും. അതുപോലെ ചിലവരൊക്കെ ഇങ്ങനെ നമ്മുടെ കഴുത്തിന്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ കറുത്ത് വന്നു തുടങ്ങും. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള വ്യത്യാസങ്ങളെല്ലാം പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ലാസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്, ലാസ്റ്റ് നമ്മുടെ നമ്പറിലാണ് കേട്ടോ ലാസ്റ്റ്, അല്ലാതെ ഏറ്റവും അവസാനം വരുന്ന ഒരു സിംറ്റം എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ലക്ഷണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ ഞാൻ ഓൾറെഡി നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി സിംറ്റമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോൺസ്റ്റിപ്പേഷൻ നിങ്ങളിൽ നേരത്തെ ഇല്ലാതിരുന്നിട്ട് പിന്നീട് ഇടയ്ക്ക് വെച്ചിട്ടൊരു കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഗർഭിണിയാണെന്നാണ്. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആകുന്നത് വഴിയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ നിങ്ങളിൽ പെട്ടെന്നൊരു കോൺസ്റ്റിപ്പേഷൻ വന്നു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഗർഭിണിയാകാൻ നിങ്ങളുടെ ശരീരം തയ്യാറായി എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രഗ്നന്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിംറ്റംസ്. ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ കൂടിയും നിങ്ങളെ പീരീഡ് മിസ്സായി 15 ഡേയ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേറെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക, ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇൻ കേസ് യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോർമോൺ ചേഞ്ചസ് കൊണ്ടിട്ടോ തൈറോയിഡ് പ്രശ്നം കൊണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും മേ ബി നിങ്ങളിൽ സഡൻ ആയിട്ട് ഡെവലപ്പ് ആകാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയധികം ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ ശരിക്കും ഒരു ഹോം ടെസ്റ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഹോം ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീടും 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും രാവിലെ മാത്രം ടെസ്റ്റ് ചെയ്യാനായിട്ട്, വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പീരീഡ് മിസ്സായി തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല കേട്ടോ. എത്രയും ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു 2 വീക്സ് വരെയെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലേ കറക്റ്റ് ആയിട്ടുള്ള ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സിംറ്റംസ് നിങ്ങളിൽ കണ്ടു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.